നമസ്കാരം. ആസ്ട്രോവാസ്തുവിലേക്ക് സ്വാഗതം. ചിങ്ങൻ രാശി, മകം, പൂരം, ഉത്തരങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി. 2026 ഓഗസ്റ്റ് മാസത്തിൽ ചിങ്ങൻ രാശിയുടെ രാശ്യാധിപനായ സൂര്യൻ ചിങ്ങത്തിൻ്റെ വ്യയസ്ഥാനത്തിലും ജന്മഭാവത്തിലുമായി സഞ്ചരിക്കുന്നു. 6ാം ഭാവാധിപനായ ശനി വിപരീത രാജയോഗത്തോടുകൂടി അഷ്ടമത്തിൽ ഉച്ചസ്ഥനായി വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ സ്ഥിതി ചെയ്യുന്നു. അഷ്ടമാധിപനായ വ്യാഴം 12ാം ഭാവത്തിൽ രാജയോഗത്തോടുകൂടി സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നതിനാൽ വലിയ ആരോഗ്യക്കുറവുകൾ ഉണ്ടാവുകയില്ല. കേതുവിൻ്റെ ജന്മത്തിലെ സ്ഥിതി ചെറിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ജോലി തിരക്ക്, ഉറക്കക്കുറവ് എന്നിവ വർദ്ധിക്കും. ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വ്യായാമം മുടക്കരുത്. 5ഉം 12ഉം ഭാവാധിപനായ വ്യാഴം 12ാം ഭാവത്തിൽ രാജയോഗത്തോടെ ഉച്ചസ്ഥനായി സ്ഥിതി ചെയ്യുന്നതിനാൽ വിദ്യാർത്ഥികളുടെ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. എന്നാൽ കഠിനാധ്വാനവും അലച്ചിലും ചിലവുകളും വർദ്ധിക്കും. വിദേശ പഠനത്തിന് അനുമതി ലഭിക്കും. MBA, മനഃശാസ്ത്രം, കൗൺസിലിംഗ്, സിവിൽ സർവീസ് പോലെയുള്ള മത്സര പരീക്ഷകൾ, MPhil, PhD പോലെയുള്ള ഗവേഷണ പഠനങ്ങൾ, അധ്യാപനം എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്നവർക്ക് വിജയം വർദ്ധിക്കും. 10ാം ഭാവാധിപനായ ശുക്രൻ ഓഗസ്റ്റ് 2 മുതൽ ചിങ്ങത്തിൻ്റെ 2ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കർമ്മം കൊണ്ട് ധനം സമ്പാദിക്കാൻ സഹായിക്കുന്നു. ഹോട്ടൽ, ഹോസ്പിറ്റാലിറ്റി, ഫോട്ടോഗ്രാഫി, സംഗീതം, നൃത്തം, ചിത്രകല, ഇവൻറ്റ് മാനേജ്മെൻറ്റ്, ഫൈനാൻസ്, ഗ്രാഫിക്സ് ഡിസൈൻ, ഫാഷൻ ബ്രാൻഡുകൾ, പരസ്യം, മീഡിയ എന്നീ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വൻപിച്ച നേട്ടം പ്രതീക്ഷിക്കാം. 7ാം ഭാവാധിപനായ ശനി അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഓഗസ്റ്റ് മാസത്തിൽ പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നത് ശുഭകരമല്ല. പക്ഷേ ശനിയെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുകയില്ല. റിയൽ എസ്റ്റേറ്റ്, ഭൂമി സംബന്ധമായ ബിസിനസ്സുകൾ, സിമൻറ്റ്, കല്ല്, ഇരുമ്പ്, മെറ്റൽ, സ്റ്റീൽ എന്നിവയുടെ വ്യാപാരം എന്നിവ നടത്തുന്നവർക്ക് അച്ചടക്കം പാലിച്ച് വ്യവസായം മുന്നോട്ട് കൊണ്ടുപോയാൽ വളരെ വിജയം ലഭിക്കും. പങ്കാളികളെ സൂക്ഷിക്കണം. 7ാം ഭാവാധിപനായ ശനി അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷെ വ്യാഴം അതിൻ്റെ ദൃഷ്ടി കൊണ്ട് എല്ലാത്തിനും പരിഹാരം നൽകും. തുറന്ന സംഭാഷണം ആവശ്യമാണ്. പ്രണയിക്കുന്നവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. പക്ഷേ പങ്കാളിക്ക് അകന്ന് താമസിക്കേണ്ടുന്ന അവസരമുണ്ടാകും. വിവാഹാലോചന നടത്തുന്നവർ തീരുമാനമെടുക്കാൻ പ്രയാസപ്പെടും. പ്രയാസങ്ങൾ അകന്നു പോകാൻ നിത്യവും അയ്യപ്പ ഭഗവാന്റെയും വിഷ്ണു ഭഗവാന്റെയും കീർത്തനങ്ങൾ ജപിക്കുക. കൂടാതെ നവഗ്രഹ ക്ഷേത്ര ദർശനം കൂടി നടത്തുക.